ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹല. ഇത് നമുക്കൊരു IKEA ഹോൾ വീഡിയോ ആണ്. കഴിഞ്ഞ IKEA ഷോപ്പിംഗ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന്. കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇതൊരു ട്രേ ആണ്. നമുക്ക് കിച്ചൺ സിങ്കിലൊക്കെ വെക്കാൻ പറ്റും. നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് പാത്രമൊക്കെ ആദ്യം ഇതിലിട്ട് വെക്കാം. എന്നിട്ട് വെള്ളം വാരുന്നതിനനുസരിച്ച് പിന്നെ പാത്രം ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഡ്രെയിൻ ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ട്രേ ആണ്. ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പാണ്. ഇതിൻ്റെ തന്നെ സ്റ്റീലും വരുന്നുണ്ട്. ഈ ടൈപ്പിന് വരുന്നത് 9 dirhams ആണ്. ഇനി അടുത്തത് ഈ ഒരു ഡ്രൈയിങ് മാറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് നെയിം വരുന്ന ഇതാണ്. IKEA ഒരു സ്വീഡിഷ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രോഡക്റ്റ് നെയിമുകളൊക്കെ നമുക്ക് മനസ്സിലാകാത്ത ഓരോ വേർഡായിരിക്കും. അവരുടെ പ്രോഡക്റ്റിലൊന്നും ഇംഗ്ലീഷിലുള്ള നെയിം ഉണ്ടാവില്ല. അവിടുത്തെ റാക്കിൽ മാത്രമായിരിക്കും ഇംഗ്ലീഷ് നെയിം ഉണ്ടാവുക. നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും കേട്ടോ ഈ ഒരു മാറ്റ്. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് എൻ്റെ പാത്രമൊക്കെ കഴുകി വെക്കുന്ന ഡിഷ് വാഷർ റാക്കിൻ്റെ താഴെ വെക്കാൻ വേണ്ടിയാണ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ക്ലീനിങ് ബ്രഷാണ്. ഇത് നമുക്ക് കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാനും വാഷ് ബേസിന് ക്ലീൻ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രഷാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇവിടെ ഏതെങ്കിലും ക്ലീനിങ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ ഒരു പ്രസ് ബട്ടണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ഇങ്ങനെ ഇതിൽ വരും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. ഇതിന് പ്രൈസ് വരുന്നത് 5 dirhams ആണ്. അടുത്തത് ഒരു ക്ലീനിങ് ബ്രഷാണ്. നല്ലൊരു പ്രോഡക്റ്റാണിത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് ബ്രഷാണ്. ഞാനിത് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്നൊന്നും തേഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഇത് പൊഴിഞ്ഞു പോരുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1 dirham ആണ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സ്പാറ്റുലയാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മിക്സ് ചെയ്യാനും കുക്കിങ്ങിൻ്റെ സമയത്തൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5 dirhams ആണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ടവലാണ്. 4 സെറ്റായിട്ടാണ് ഇത് വരുന്നത്. ഇതിന് പ്രൈസ് വരുന്നത് 9 dirhams ആണ്. നമുക്കിത് കൈ തുടക്കാനും കിച്ചണിലെ പാത്രങ്ങളൊക്കെ തുടച്ച് വെക്കാനൊക്കെ യൂസ് ചെയ്യാം. നല്ല കോട്ടൺ ആണ്. വൈറ്റിൽ വലിയ ചെക്കും ചെറിയ ചെക്കും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലതാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ 2 പോട്ട് സ്റ്റാൻഡാണ്. നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ ടേബിളിൽ വെക്കാൻ യൂസ് ചെയ്യാം. കാണാനും നല്ല ഭംഗിയാണ്. ഇതിന് റേറ്റ് വരുന്നത് ഒന്നിന് 9 dirhams ആണ്. പിന്നെ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ബൗളിൻ്റെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 6 സെറ്റായിട്ടാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയുള്ള പാസ്റ്റൽ കളേഴ്സാണ് ഇപ്പോൾ വരുന്നത്. ഇത് മുമ്പൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബൗളുകളായിരുന്നു കേട്ടോ. ഇത് മൈക്രോവേവ് സേഫും കൂടിയാണ്. അപ്പം ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൻ്റെ തന്നെ പ്ലേറ്റും ഗ്ലാസും കട്ട്ലറി സെറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാനത് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ സെറ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു 3 സെറ്റായിട്ടാണ് വരുന്നത്. ഇതും അവിടുത്തെ ഒരു ലോവസ്റ്റ് പ്രൈസിൽ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിന് വരുന്നത് 3 dirhams ആണ്. ഒരു ബോക്സിനല്ല, 3 ഈ ഒരു സെറ്റിനാണ് 3 dirhams വരുന്നത് കേട്ടോ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഡിസ്പെൻസറാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസ്പെൻസറാണ്. ഇത് ഗ്ലാസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ, ഞാൻ യൂസ് ചെയ്യാറ് ഫെയറിയാണ്. അതൊഴിച്ച് വെക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫെയറി ഒഴിച്ച് വെക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വലിയ ബോട്ടിൽ സിങ്കിനടുത്ത് വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇതിന് റേറ്റ് വരുന്നത് 2 dirhams ആണ്. അടുത്തായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഷെൽഫാണ്. 4 തട്ടായിട്ട് വരുന്ന ഒരു ഷെൽഫാണ്. അപ്പോൾ ഞാനിത് കിച്ചണിലേക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നമ്മൾ തന്നെ ജോയിൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ കാറ്റലോഗും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗിൽ നോക്കിയിട്ട് സെറ്റ് ചെയ്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് റേറ്റ് വരുന്നത് 35 dirhams ആണ്. 35 dirhamsന് നല്ലൊരു പ്രോഡക്റ്റാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലുള്ള ഓർഗനൈസറാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ ഷെൽഫിനുള്ളിൽ വെക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ വെൽക്രോ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാനുള്ള ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഷെൽഫിനുള്ളിൽ ഹാങ്ങറൊക്കെ തൂക്കിയിടാനുള്ളൊരു റോഡ് ഉണ്ടാവുമല്ലോ, അതിൽ നമുക്കിത് ഹാങ് ചെയ്തിടാം. അത്യാവശ്യം വെയിറ്റൊക്കെ നമുക്ക് വെക്കാൻ പറ്റും.
ഇതിന് 35 ദിർഹംസ് ആണ് വരുന്നത്. ഇതിൻ്റെ തന്നെ വൈറ്റും വരുന്നുണ്ട്, സെയിം പ്രൈസ് തന്നെയാണ്. പിന്നെ വാങ്ങിച്ചതാ ഈ ഒരു ഷെയർ കർട്ടൺ ആണ്. ഒരു പാക്കറ്റിൽ ഒരു പെയറായിട്ടാണ് വരുന്നത്. ഇതിന് 95 ദിർഹംസ് ആണ്. നല്ല മെറ്റീരിയലാണ്, ഒരു സെൽഫായിട്ട് ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഐക്യയിൽ പോയത് കാര്യമായിട്ട് കേട്ടൺ നോക്കാനാണ് എന്ന്. ഷെയർ കേട്ടൺ മാത്രമേ അന്ന് കിട്ടിയുള്ളൂ. അതാണ് ഇത് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, എനിക്കിഷ്ടമായി. പിന്നെ ഈ 2 ലാമ്പും അവിടുന്ന് വാങ്ങിയതാണ്. ഇത് ഇങ്ങനെ ആയിരുന്നില്ല, ഇതൊരു ഹാങ്ങിങ് ടൈപ്പ് ആയിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ലോവർ പോർഷൻ മാത്രം എടുത്തിട്ട് ഫിറ്റ് ചെയ്തതാണ്. ഇതിന് ഒന്നിന് 25 ദിർഹംസ് ആണ്. ഇനി ലാസ്റ്റ് ഒരു ഐറ്റം കൂടി ഉണ്ട്. ഈ ഒരു LED ബൾബാണ്. ഇതൊരു ഹോം ഡെക്കോർ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിന് 12 ദിർഹംസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. പിന്നെ കേട്ടൻ്റെ റോഡും അത് ഫിറ്റ് ചെയ്യാനുള്ള ആക്സസറീസൊക്കെ വാങ്ങിച്ചിരുന്നു. അതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതൊന്നും അങ്ങനെ കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.